പ്രത്യേകതകളുടെ നിറകുടമാണ് ശേഖരൻ. അഴക്, ആഢ്യന്തം, ചരിത്രം. ആഢ്യം തമ്പുരാക്കന്മാർ അനവധി വാണിരുന്ന ആനക്കേരളത്തിൽ ഇന്നത്തെ താരം കളഭകേസരി കാഞ്ഞിരക്കാട്ട് ശേഖരൻ. ആനക്കാര്യം ശേഖരൻ്റെ വിശേഷങ്ങളിലേക്ക് മിഴി തുറക്കുകയാണ്. അങ്ങനെ ആനക്കാര്യം എത്തി നിൽക്കുന്നത് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹിച്ചൊരു തറിയിലാണ്. ഇത് ആനക്കേരളത്തിൻ്റെ നിത്യഹരിത നായകൻ സാക്ഷാൽ കാഞ്ഞിരക്കാട്ട് ശേഖരൻ ആണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് വന്നപ്പോഴേ ആനക്കാര്യത്തിൻ്റെ ആ ഒരു പതിവ് നമ്മൾ തെറ്റിക്കുന്നില്ല, നേരെ കൊടുക്കാം. ബാക്കി കാര്യങ്ങൾ പിന്നെയും. ആക്കണമെന്നൊന്നുമില്ല, പതുക്കെ കഴിക്കുള്ളൂ കേട്ടോ. പയ്യെ തിന്നാൽ പനയും തിന്നാം. നാടൻ പവറാട്ടോ, ഭൂമിയുടെ പവറ്. കാരണമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പറയാന്നേ. പൂവാലിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം ഈരാറ്റുപേട്ടക്കാരൻ ഉപ്പുതറക്കാരൻ ശിബുചേട്ടൻ്റെ അടുത്ത്. ചേട്ടാ, ആനക്കാര്യത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇവിടെയാണ് അവൻ്റെ കുളിക്കടവ്. ഇവിടെ സ്ഥിരം വരുന്നത്. ഇവിടെ ആകുമ്പോൾ നല്ല അന്തരീക്ഷമാണ്, ആൾക്കാരുടെ ശല്യമില്ല, വെയിലുമില്ല, പുള്ളിക്ക് സ്വസ്ഥമായിട്ട് കിടക്കാം. ഒരുപാട് സമയം എടുക്കും? ഒരുപാട് സമയം എടുക്കും. 4 മണിക്കൂർ. കുളി കഴിഞ്ഞാൽ ആൾക്ക് കയറി പോകണം, നേരെ പോകണം. വീട്ടിൽ അപ്പം ചോറ് വെച്ചിട്ടാണല്ലോ പോരുന്നത്. രാവിലെ ഈന്തപ്പോഴും അവനും കൊടുത്തിട്ട് കൊടുക്കും. വൈകിട്ട് പുള്ളിക്കറിയാൻ ചോറുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞാൽ വേറെ പോകുക. ഇവൻ്റെ പ്രത്യേകിച്ചുള്ള സ്വഭാവങ്ങൾ എങ്ങനെയാണ്? ചെന്നാൽ വെറുതെക്കാരോട് ഒരാളോട് ശല്യമില്ല. ചട്ടക്കാരെന്ന് പറഞ്ഞാൽ പെറ്റമ്മയ്ക്ക് തുല്യമാണ്. മതപ്പാട് കാലത്ത് പോലും ചട്ടക്കാരന് കൈകാര്യം ചെയ്യാം. ചോറ് വെച്ച് കൊടുക്കാം, എന്നാ വേണേലും കൊടുക്കാം. ഇവൻ്റെ കൊമ്പ് തന്നെ ഒരഴകാണ് അല്ലേ? അതെ അതെ. അപ്പോൾ എവിടെ നിന്നാലും അവനെ കൊമ്പ് കൊണ്ട് തന്നെ ആൾക്കാർക്ക്. അടുത്ത പ്രദേശം ഇത്രയും കൊമ്പിന് വണ്ണമുള്ള ആന ഇല്ല. അധികം അറിയാത്ത ആനപ്രേമികളല്ലാത്തവർക്ക് അറിയാം. ഇത് ശേഖരനാന്ന് പറഞ്ഞാൽ അറിയില്ല, പൂവാലെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. പൂവാലനാണ്. അതെ, ആനക്കേരളത്തിന്റെ ഒരേ ഒരു പൂവാലെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ആളല്ല, മറിച്ച് പുള്ളി വാലെല്ലാം വെളുത്തതിന്റെ പേരില്ലേ പണ്ട് തൊട്ടേ പൂവാലെന്ന് വിളിച്ച് അങ്ങനെ ശീലമായി. ബാബു നമ്പൂതിരിയുടെ ആനയാണ് അല്ലേ? അതും അറിയും. പിന്നെ ഇവനെ കുളിപ്പിക്കുമ്പോൾ ഇപ്പം നടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടു, ഫ്രണ്ടിൽ നടക്കാൻ ആരുമില്ല. ഒന്നാമനോ രണ്ടാമനോ ഒന്നുമില്ല, മേളിൽ ഒരാൾ ഇരിപ്പുണ്ടാവും. അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി? അതെന്ന് പറഞ്ഞാൽ ഇതിനെ പണ്ട് പോലെ ഈ ചട്ടക്കാരൻ മേളിൽ കയറി ശീലമായി പോയി. ഇപ്പം വഴിയടിച്ച് പോവുകയാണെങ്കിലും കുളിക്കാൻ വരുവാണെങ്കിൽ ചട്ടക്കാരൻ മേളിൽ കയറി പോരുന്ന പുള്ളിക്ക് വിശ്വാസം പണ്ട് തൊട്ടേയുള്ള ശീലമാണ്. വേറൊരു കാര്യം, നമ്മൾ അവൻ്റെ കുളിക്കടവാണല്ലോ ഇത്. അപ്പോൾ കുളിപ്പിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നു. ആ സമയത്ത് കാണേണ്ട ലക്ഷണങ്ങൾ, ശാസ്ത്രങ്ങൾ, അതൊക്കെ അങ്ങനെ ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു വശം കഴുകി വരുമ്പോൾ തണ്ടലിൽ തൂത്തിറങ്ങി കഴിയുമ്പോൾ 3 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ആന ഇടണം. ഒരു വശം കഴിയുമ്പോൾ അതാണ് ഗുരുക്കന്മാർ പറഞ്ഞ് കേട്ട അറിവുള്ളത്. അത് മിക്ക ആനയും കഴുകി വരുമ്പം ഉണ്ടാവാറുള്ളതാണ്. ഇല്ലാത്ത ആന എന്തെങ്കിലും കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടാവും. സാധാരണ കഴുകി നമ്മൾ തണ്ടിലരി കൂട്ടിലരി എണ്ണോ കഴുകി എത്തുമ്പോഴത്തേക്കും ആന ഇറണ്ട് വിടും. വേറെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ആനക്കാരും അല്ലെങ്കിൽ ആന മുതലാളിമാരും എല്ലാവരും അവരുടെ ആ മുതലിനെ സ്വന്തം മക്കളെ പോലെയാണ് അല്ലേ? അപ്പം ചേട്ടൻ ഇവന് ഇപ്പം സ്വന്തം മകൻ തന്നെയാണ്. അതെ അതെ. നമ്മളേത് ആനയെ കണ്ടാലും നമ്മുടെ സ്വന്തം മുതൽ പോലെ നമ്മൾ കൊണ്ടു നടക്കും. പക്ഷെ ആ ഒരു ഏടിൽ അറിയാവുന്നൊരു കാര്യം, പള്ളത്താംകുളങ്ങര ഗിരീശൻ ചേട്ടൻ കയറിയിട്ടുള്ള ആനയാണ്. അതെ. അപ്പോൾ ആ ഒരു കാലഘട്ടം ഒന്ന് ഓർമ്മിച്ചെടുക്കണം. അതെന്ന് പറഞ്ഞാൽ ഞാൻ 2006 സമയത്താണ് ചെല്ലുന്നത്. 6 കൊല്ലം അതിൻ്റെ കൂടെ നിന്ന്. പക്ഷേ വടക്കൻ നാട്ടിൽ ഒരുപാട് സൗഹൃദം ഉണ്ടാക്കി തന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും പറ്റി. ആനയുണ്ട്. നമ്മളെ ആനക്കാരന് വടക്കൻ പേരാക്കി തന്ന ആനയത് ഗിരീശ്. ഇപ്പം കണ്ണു നിറയില്ല കാര്യം പറയാം.
നമ്മളിങ്ങനെ കൈ നോടിച്ചാൽ ഇവിടെ വരുവാണ്. ഒരു പൂരപ്പറമ്പിൽ പോയിട്ട് ഒരു പൂരം മുടക്കും ഒരു ഇതും ചെയ്തിട്ടില്ല. നീതി കിട്ടിയാലും ഞാൻ തന്നെ എല്ലാം ചെയ്യും. രാവിലെ അമരം കഴിച്ചു വിട്ടാൽ ഞാനെ കയറി പൊക്കോളും. നമുക്ക് കയറി നന്നാക്കി കഴിയുമ്പോൾ വിളിച്ചാൽ പുറകോട്ട് വരും, കെട്ടുക, തീറ്റിട്ട് കൊടുക്കുക, പോരുക. ഇതേപോലെ നമ്മളില്ലെങ്കിൽ അവിടെ ശ്രീകാന്ത് ചേട്ടനുണ്ട്, പുള്ളി വെള്ളവും കൊടുക്കും തീറ്റയും കൊടുക്കും. അങ്ങനെ ഒരു കൊച്ചു പിള്ളേരുടെ സ്വഭാവമായിരുന്നു. എത്ര നാളുണ്ടായിരുന്നു? ഞാൻ 6 വർഷം. 6 വർഷം. ആ, ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും ചെന്ന് ഈ കങ്ങരപ്പടി എന്ന് സ്ഥലത്ത് ആനങ്കണ്ടി വന്നപ്പോൾ അവിടുത്തെ പിള്ളേരോട് ഞാൻ്റെ അമ്മ ഗിരീഷിൻ്റെ പാപ്പൻ പോകുന്ന പറയുന്നത്. അപ്പോൾ കൊച്ചു പിള്ളേരുടെ മനസ്സിലും നമ്മൾ ഗിരീഷിൻ്റെ പാപ്പാണ്. അത് പതിഞ്ഞു അല്ല, മനസ്സിൽ പതിഞ്ഞു. ശരിക്കും എന്ത് പറ്റിയതാണ്? അത് എണ്ണക്കെട്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചാൽ നമുക്കറിയില്ല. രണ്ടക്കെട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഉണ്ട്. ആനക്കേരളത്തിന് ഒരുപാട് ഉണ്ട്. എത്ര ആനകളാണ് പോയത്. നമുക്കതിന് മരുന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഇതാണ്. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അതെ. ശരിക്കും ഇത് ഏത് കാലഘട്ടത്തിലാണ് ചേട്ടൻ ഈ ഒരു? ഞാൻ ഇറങ്ങിയപ്പോൾ 98. എല്ലാവർക്കും അറിയാം ബാബു നമ്പൂതിരി സാർ, നമ്മുടെ അഭിനയ കുലപതി അല്ലേ? അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവനുമായിട്ടുള്ള സീറ്റിങ് പുള്ളി വരും. അപ്പോൾ പുള്ളി അനക്കത്തിൻ്റെ ആനയിലും മേടിച്ചിട്ട് വരും. കൊച്ചേന്ന് വിളിക്കുമ്പോൾ പുള്ളി കൊമ്പ കൈ കെട്ടിയേക്കും. മതപ്പാട് സമയത്താണ് വരുന്നതെങ്കിൽ ഇട്ട് കൊടുക്കും, അല്ലാതെ വായി വെച്ച് കൊടുക്കും. കുഴപ്പമൊന്നുമില്ല. കൊച്ചേന്ന് വിളിച്ച പറഞ്ഞ കൈ കെട്ടും. ഭയങ്കര സ്നേഹമാണ് അല്ലേ? അതേപോലെ ഇതിന് നോക്കി നടത്തുന്ന 2 പേരുണ്ട്. ശ്രീതേട്ടൻ. ശ്രീതേട്ടനാണ് മെയിൻ. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്നാ വെച്ചാൽ, ഞാൻ ആനയ്ക്ക് ഒലിച്ചു തുടങ്ങിയ പിന്നെ ഇപ്രാവശ്യം വന്നത്. അപ്പോൾ അവന് പഴയ വാപ്പാന ഗുരുവായൂർ ദിവസത്തിൽ പണി കിട്ടി പോയപ്പം വിളിച്ചു. അങ്ങനെ വന്നു കൂടി ചോറ് വെക്കുന്നു. അപ്പോൾ ഞാൻ ചേട്ടാ ഈ ഒലിച്ചെടുക്കുന്ന ആനയ്ക്ക് എങ്ങനെ കൊടുക്കും? കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ചോറും ചെരുവ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പുള്ളി 1000 രൂപ കൂടി ഇരുന്നു. അത് ശരി. ഞാൻ ഊറ്റി കൊടുക്കും, പുള്ളി വായി വെച്ച് കൊടുക്കും. അത്രയും നേരം കൈ പൊക്കി പിടിച്ചെന്ന് വെക്കും. ചോറ് കൊടുത്ത് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് പുള്ളി ശ്രീതേട്ടന് ഏറ്റോളം പറയാൻ ആന എഴുന്നേക്കില്ല. ആനയ്ക്ക് അറിയാം. അത്ര അന്വേഷിച്ചാണ് പുള്ളിക്ക്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ഇവരുടെ ഇപ്പോൾ 13, 14, 15 കൊല്ലം കൊണ്ടായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പുള്ളിക്കറിയാം. പക്ഷെ അതുപോലെ നോക്കുന്നത് വീട്ടിൽ മക്കളെ നോക്കുന്നതല്ലേ പുള്ളി നോക്കുന്നത്. അപ്പോൾ ഈ നോട്ടത്തിൻ്റെ കണിശത കൊണ്ടും ഇവൻ പ്രൗഢിയോടെ നിൽക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് പട്ടങ്ങളുടെ തമ്പുരാൻ കൂടിയാണ്. ഉണ്ട് അല്ലേ? പ്രധാനപ്പെട്ട പട്ടങ്ങൾ ഗജരത്ന പട്ടം കിട്ടിയിട്ടുണ്ട്, കാളിപ്രിയൻ, ദന്തകേസരി പട്ടം കിട്ടിയിട്ടുണ്ട്. അത്രയും കനമുള്ളൊരു എളംകുളം അമ്പലത്തിൽ നിന്ന് കിട്ടി. ഗജകേസരി, കളഭകേസരി, ഐരാവത സമസൂര്യപ്രഭാവൻ. അത് തന്നെ. അത് വളരെ പ്രധാനപ്പെട്ടൊരു പട്ടം, എനിക്കിഷ്ടപ്പെട്ടൊരു പട്ടം. ഐരാവത സമസൂര്യപ്രഭാവൻ ഇനിയും ആ ഒരു പ്രഭയോടുകൂടി നിൽക്കട്ടെ, ഒരുപാട് സ്നേഹത്തോടു കൂടി. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ശ്രീജിത്ത് ഏട്ടനാണ്, നമ്മുടെ ആനക്കേരളത്തിൻ്റെ പൂവാലൻ. കാഞ്ഞിരക്കാട്ട് ശേഖരനെ വേണ്ടുന്നതെന്ത് എന്നറിഞ്ഞും മനസ്സറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. നമുക്ക് നേരിട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ശ്രീജിത്ത് ഏട്ട നമസ്കാരം. നമസ്കാരം ശൈലേഷ്. ഈ മുണ്ടക്കൽ തറവാടെന്ന് പറയുമ്പം ആ ഒരു ആനപ്രേമം പണ്ട് തൊട്ടേ ഉണ്ട്. ആനയോടെന്നല്ല, മൃഗങ്ങളോട് മുഴുവൻ സ്നേഹം കൊണ്ട് തുടങ്ങിയതാണ്. ആനയോടുള്ള കമ്പം പിന്നീട് എനിക്ക് എഴുന്നള്ളത്ത സ്ഥലത്തൊക്കെ കൊച്ചിലെ ചെല്ലുമ്പോൾ കാണുകയും അതിനോടുള്ള എന്നാൽ ചില കടലിനെയും കണ്ടു നിൽക്കും, ആനയെ കണ്ടു നിൽക്കും, ഇങ്ങനെയാണല്ലോ ആളുകൾ പറയുന്നത്. ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ് ആനയോട് എപ്പോഴും, കടലിനോടും. അത് ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ. അപ്പം അതിലേക്ക് തിരിഞ്ഞു, മൃഗങ്ങളിൽ നിന്ന് ആനകളിലേക്ക് മാറി. അത് പിന്നെ സ്വന്തമായിട്ട് ആന വാങ്ങിച്ചായിരുന്നു, ആന ഉണ്ടായിരുന്നു, അത് ചെരിഞ്ഞു പോയി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാബു നമ്പൂതിരി സാറ് ആനയെ കൊണ്ടുപോയി നമ്മുടെ പരിപാലിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. അന്ന് തൊട്ട് ഇങ്ങോട്ട് 10-13 വർഷമായിട്ട് അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ 13 വർഷമായിട്ട് ശേഖരം കൂടെയുണ്ട്. ഒരു ദിവസം അവൻ എങ്ങനെയാണ് തുടങ്ങുന്നത്? രാവിലെ ആനയെ പാപ്പന്മാർ തറി നന്നാക്കി നേരെ തോട്ടിലേക്ക് പോകുന്നു. കഴുകി കയറി വരുന്നു. കഴുകി കയറി വന്ന് അവനുള്ള ആഹാരം, ചോറ്, അതുപോലെ തന്നെ കുറുമ്പുല്ല്, ചെറുപയർ, ധാന്യങ്ങളെല്ലാം കൂടെ പൊടി വെച്ച്
ആനയ്ക്ക് ചോറ് വെച്ച് കൊടുക്കാറുണ്ട്. കുളി കഴിഞ്ഞ് വരും. പിന്നെ ഇപ്പം നേരത്തെ പനമ്പട്ട കൊടുത്തോണ്ടിരുന്നു. ഇപ്പം ഈ എരണ്ടക്കെട്ടിന്റെ അസുഖങ്ങൾ പലയിടത്തും കൂടുതൽ കണ്ടുവരുന്നുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പുല്ലിലേക്ക് മാറി മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു അസുഖം ഒത്തിരി ഒഴിവാക്കുന്നുണ്ട്. ഗ്യാസിന്റെ പ്രോബ്ലം ഇല്ല. നാരുകൾ തമ്മിൽ കോർത്ത് കെട്ടി ഉണ്ടാകുന്ന അസുഖങ്ങളാണല്ലോ, അത് വരുന്നില്ലല്ലോ. അയവിറക്കാത്ത ഒരു മൃഗമാണല്ലോ ആനയെന്ന് പറയുന്നത്. അത് ദഹിക്കണമെങ്കിൽ പുല്ലാണെങ്കിൽ ഏറ്റവും നല്ലതെന്നുള്ളത്. അപ്പം മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം എഴുന്നള്ള സ്ഥലത്ത് എവിടെയും ചെല്ലുമ്പോൾ പുല്ല് കിട്ടണമെന്നില്ല. അപ്പം പനമ്പട്ടയും കൂടെ കൊടുക്കും. പിന്നെ ഞാൻ വണ്ടികൾ കൊടുത്തു വിടും പുല്ല് കൊടുത്തു വിടും. പുല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് അങ്ങനത്തെ ഉള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനുള്ള മരുന്ന്, ടാബ്ലറ്റ്സ് എല്ലാം വണ്ടിയെ കൊടുത്തു വിട്ട് ആനകളെ അതുപോലെ നോക്കിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ചിലവ് പറയുമ്പോൾ ഒരു ദിവസം ഏകദേശം എത്ര? ഒരു 4000 രൂപ ഒരു ദിവസം വെറുതെ നിന്നാ വേണം. അപ്പം 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഒരു ആന ഒരു മാസം ചെലവ് വരുന്നു. ഒരു മാസം ഒരു ആനയ്ക്ക് 1 ലക്ഷം രൂപ ചെലവ് തന്നെ. മുത്തച്ഛന്മാര് പണ്ട് പറയാറുന്നു ആന വരവ് ആന ചെലവുമാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി. ആന നേരിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ വരവും ചെലവും അനുഭവമാണല്ലോ ഗുരു. നമ്മൾ ആനയുമായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അറിയാം. പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലർക്ക് പലതും തോന്നാം അവരങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത്. ഒരു വൈൽഡ് ആനിമലിനെ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെതായ ചിട്ടയ്ക്ക് വേണം കൊണ്ടു നടക്കാൻ. പാലും പഴവും കൊടുത്ത് തന്നെ ഒരാനയെ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞാലൊന്നും അതൊക്കെ പുറത്ത് നിൽക്കുന്നവർക്ക് ധാരണയാണ്. ആ ഒരാനക്കാരൻ അതിനെ കൺട്രോളിൽ നിർത്തണമെങ്കിൽ അതിൻ്റെതായ ചട്ടങ്ങൾ വേണം. അല്ലാതെ പഴം മാത്രം കൊടുത്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മൃഗങ്ങളും ഇല്ല. മക്കളെ പോലും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അതല്ലേ, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം, തെറ്റ് ചെയ്യുന്ന കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ അത് തെറ്റല്ലെന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ അത് വാക്കോ, അതായത് അടിയേക്കായി കൂടുതൽ 2 വാക്കലാണ് അവർ ഇത് പറയുന്നത്. അടി കൊണ്ടല്ല, വാക്കുകൊണ്ടാണ് ആന നിർത്തുന്നത്. ഒരു വാക്ക് അതാണ് അവർ അത്രയും കട്ടി പറയുന്നത്. ശബ്ദം അതാണ് ആജ്ഞാപിക്കുക. ശേഖരന്റെ ഒരു കറുത്ത ഏടുണ്ട് ശേഖരന്റെ ജീവിതത്തിൽ. ആ ഒരു കാലഘട്ടം ഓർമ്മിച്ചെടുക്കാം. ഒരു 45 ദിവസം എരണ്ടക്കെട്ടായിട്ടുണ്ട്. അത് മുൻകട്ട് അത് ഇടയ്ക്കാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നേരം നമ്മുടെ ഗിരീഷ് ഡോക്ടറാണ് ആദ്യം തന്നെ. ഞാൻ ഗിരീഷ് ഡോക്ടറുമാണ് കൂടുതൽ ബന്ധപ്പെടുന്ന ആനയുടെ ചികിത്സ. അന്നേരം ബാബുമുരു സാറിനോട് ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല ഡോക്ടറെ വെച്ച് ചെയ്യാൻ പറഞ്ഞു. ശശീന്ദ്രദേവ് ഡോക്ടറും ഗിരീഷ് ഡോക്ടറും കൂടെ ആണ്. ഒരാൾ മാറി മാറി എന്നും ആനയ്ക്കലുണ്ട്. ട്രിപ്പ് ഇടുക, ഹെർമിൻ, ശരീരം സ്ട്രോങ് ആയിരിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഹെർമിൻ കൊടുക്കുക. ക്ഷീണം വരാത്ത എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഡോക്ടർ വന്ന് ട്രിപ്പിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് 40 എല്ലാവരും വിധി എഴുതി. ശേഖരൻ ഇനിയില്ല, പോസ്റ്റ് വരെ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ് ആന ഭേദപ്പെട്ടു എല്ലാം കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് വന്നാൽ ഇതിലും ഞങ്ങൾക്ക് വേദനിപ്പിച്ച്. ഏതോ ഒരു ആനപ്രേമി പറഞ്ഞു ആനയ്ക്ക് നോക്കാതെയാണ് അതുകൊണ്ട് ശേഖരൻ ഈ ഗതി വന്നത് എന്നൊക്കെ പറഞ്ഞു. അവരെ ഞങ്ങൾ ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അവരെ സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അവർ വന്ന് ഇത് മാപ്പ് പറഞ്ഞു. ഇനി മേലിലുണ്ടാകത്തില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടല്ല, ആളുകളിങ്ങനെ ആരോ പുള്ളിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇനി അങ്ങനെ മേലിലുണ്ടാകത്തില്ല, അറിഞ്ഞല്ല. അത് സത്യമായ അവസ്ഥയാണ്. കാരണം ഇവിടെ ആ സമയത്ത് ഈ തറയിൽ വരുമ്പോൾ ഒരു 10-800ഓളം ഗ്ലൂക്കോസ് കുപ്പി തന്നെ ഒരു മല പോലെ കിടന്നിരുന്ന സ്ഥലമാണ്. അതെ. അപ്പൊ അത്ര ഈ 45 ദിവസം ഇവിടുത്തെ എല്ലാവരും, എൻ്റെ ഭാര്യ, അനിയൻ, എല്ലാവരും ഒരുപോലെ നിന്ന്, അതായത് ബാബുമുരു സാർ എന്നും വരുമായിരുന്നു. സാറിൻ്റെ അനിയന്മാർ, ചേട്ടന്മാർ എല്ലാം വന്ന് നോക്കി. അപ്പോൾ അതുപോലെ തന്നെ അവർക്കൊരു പരിധി ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളാണല്ലോ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉറക്കളച്ചിരുന്ന് ഈ 45 ദിവസം എന്ന് പറഞ്ഞാൽ ഒരാൾ. അതുപോലെ തന്നെ അന്ന് രഞ്ജിത്ത്
ആനക്കാരനായിരുന്നു. പുള്ളി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്ഥയിലേക്ക് മാറിപ്പോയി. പുള്ളിയൊക്കെ നല്ലപോലെ കഷ്ടപ്പെട്ട മനുഷ്യൻ. പിന്നെ അങ്ങോട്ട് വേറെ ഒരു അസുഖങ്ങളും ഇപ്പോൾ ഇല്ല. ആള് ഉഷാറാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയായിട്ടാണ് ശേഖരം ചൊല്ലുന്നത്. അതെ. ഇനിയിപ്പം ഈ വർഷത്തെ ആദ്യത്തെ എഴുന്നള്ളത്ത് മള്ളിയൂരാ. സീസൺ തുടങ്ങി. അതെ, അവിടെയും ആന മള്ളിയൂര് എല്ലാ വർഷവും ഉണ്ട്. മള്ളിയൂർ ഗണപതിയുടെ അവിടെ തുടക്കം, ഗണപതിക്ക് വെച്ചാണ് തുടക്കം. ഗണപതിക്ക് വെച്ചാണ് ശേഖരന്റെ തുടക്കം സീസണിൽ അല്ലേ. ഇവന്റെ ഉറക്കം കാര്യങ്ങൾ ഞാൻ ഈ ഉത്സവങ്ങൾ സ്ഥലത്ത് ആന കിടക്കാം, ഈ മൈക്കിൻ്റെ ശബ്ദം, വേറെ ആനകൾ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഉത്സവം കഴിയുമ്പം ആന നേരെ പരിപാടി കഴിയുമ്പോഴേ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ തറി വന്ന് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങിക്കോളും, പകലും കിടന്നുറങ്ങിക്കോളും. അപ്പം 2-3 ദിവസം ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നേരെ കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുവന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഉത്സവത്തിന് വിടാറുള്ളൂ. അതുള്ളൂ. നമ്മളങ്ങനെയാണ് ആനക്കാര്യം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ഉടമയിൽ നിന്നാണെങ്കിലും ഓരോ ആനക്കാരിൽ നിന്നാണെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആനക്കേരളം ഹൃദയത്തിൽ സ്ഥാനം നൽകിയ പൂരപ്പറമ്പുകൾ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള നമ്മുടെയെല്ലാം സ്വന്തം പൂവാലൻ. അതെ, കാഞ്ഞിരക്കാട്ട് ശേഖരൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതേവരെ കണ്ടത്. തൽക്കാലം ആ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഗജവീരൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.